നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തലേ ദിവസം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ നടത്തിയ ഒരു പരാമർശം വലിയ തോതിൽ വിവാദമാകുന്നു. ആ വിവാദത്തിൽ നിന്ന് CPM തടിയൂരാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ബാന്ധവത്തെ പറ്റി വളരെ സ്ഥിരീകരിച്ചുകൊണ്ട് BJP-യുടെ മുതിർന്ന നേതാവ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ K. രാമൻപിള്ള മുന്നോട്ട് വന്നത്. അത് CPIM-നെ ഈ തിരഞ്ഞെടുപ്പ് ദിവസം പ്രതിരോധത്തിലാക്കി. അതിനുശേഷവും CPIM ഇതിനെ വീണ്ടും നിഷേധിച്ച് മുന്നോട്ട് വന്നാൽ ചില തെളിവുകളും ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ഒളിമറയില്ലാതെ തന്നെ ജനങ്ങളോട് പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ജനസംഘം മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ജനസംഘം CPIM-മായി കൈകോർത്തിട്ടുണ്ട് എന്ന് എത്ര CPIM-ന്റെ നേതാക്കൾ നിഷേധിച്ചാലും അതിനൊരു തരമില്ല, അല്ലെങ്കിൽ അത് സത്യമായി തന്നെ അവശേഷിക്കുമെന്നാണ് സ്വാഭാവികമായും നമുക്ക് പറയാനുള്ളത്. എന്തായാലും മുൻകാലങ്ങളിലെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കനുസരിച്ച് രൂപം കൊണ്ട ഈ ബന്ധത്തെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ CPIM-ന്, പ്രത്യേകിച്ച് ഇപ്പോൾ CPIM വലിയ തോതിൽ ന്യൂനപക്ഷ സംരക്ഷകർ എന്ന ഒരു മേലങ്കിയൊക്കെ എടുത്ത് അണിഞ്ഞ് മൂന്നാമതും ഹാട്രിക് ഭരണത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുൻ ജനസംഘവുമായിട്ടുണ്ടായിരുന്ന RSS-ഉമായിട്ടുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ ധാരണയും ബാന്ധവവും ഒക്കെ CPIM-ന് തിരിച്ചടിയാകുമോ എന്ന വലിയൊരു ഭയം സ്വാഭാവികമായും അവരുടെ നേതൃത്വത്തെ അലട്ടുന്നുണ്ട് എന്നത് വസ്തുതയാണ്. അപ്പോഴാണ് എത്ര കണ്ട് തേച്ചു മായ്ച്ച് കളയാൻ ശ്രമിച്ചാലും തെളിവുകൾ അവശേഷിക്കുന്നുണ്ട് എന്ന് CPIM-ന്റെ നേതൃത്വം മനസ്സിലാക്കേണ്ടത്. എന്തായാലും 1977 നടന്ന തെരഞ്ഞെടുപ്പിൽ ജനസംഘവും CPM-മായി വലിയ തോതിലുള്ള ഒരു സഹകരണം ഉണ്ടായിരുന്നു എന്ന് K. രാമൻപിള്ള തന്നെ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആ ഒരു സംഭവം നിഷേധിച്ചാലും യാഥാർത്ഥ്യമായി തുടരുകയാണ്. എന്തായാലും RSS-ന്റെ രാഷ്ട്രീയ മുഖം, അന്നത്തെ മുഖമായിട്ടുള്ള ജനസംഘം ജയപ്രകാശ് നാരായണന്റെ ജനതാ മുന്നണിയിൽ ചേർന്നതോടെ LK അദ്വാനിയും AB വാജ്പേയിയും ആ മുന്നണിയുടെ പ്രധാനപ്പെട്ട ജനസംഘ നേതാക്കളായിട്ടുള്ള LK അദ്വാനി, നമ്മുടെ ഉപപ്രധാനമന്ത്രിയായിരുന്ന LK അദ്വാനി, ലാൽ കൃഷ്ണ അദ്വാനി, അതേപോലെ തന്നെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി എന്നിവർ ആ ജയപ്രകാശ് നാരായണൻ നേതൃത്വം നൽകുന്ന ജനതാ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളായി മാറി. എന്തായാലും കലപ്പയേന്തിയ കർഷകൻ എന്ന ചിഹ്നമായിരുന്നു അന്ന് ഈ ജനതാ മുന്നണിയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് ചിഹ്നം. എന്തായാലും K. ചന്ദ്രശേഖരൻ എന്ന രാഷ്ട്രീയ നേതാവ് ചെയർമാനായി ജനതാ പാർട്ടിയുടെ കേരള ഘടകവും അക്കാലത്ത് രൂപം കൊണ്ടു. അഖിലേന്ത്യാ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, പിള്ള ഗ്രൂപ്പ് എന്നിവയും കേരളത്തിൽ ഈ ജനതാ മുന്നണിയുടെ ഭാഗമായി എന്നതും ചരിത്രമാണ്. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ചായിരുന്നു അക്കാലത്ത് 1977 തെരഞ്ഞെടുപ്പ്. 6 മാസം വീതം 3 തവണ നീട്ടിയ ശേഷമാണ് 1977 മാർച്ച് 19 കേരള നിയമസഭയിലേക്ക് അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതെല്ലാം ചരിത്രമാണ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് വെട്ടിമുറിച്ച കോട്ടയിൽ നടന്ന CPIM പൊതുയോഗത്തിൽ ഏകാധിപത്യത്തിനെതിരെ രംഗത്തിറങ്ങാൻ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് തത്വചാര്യൻ ആയിരുന്ന EMS ആഹ്വാനം ചെയ്ത കാര്യവും ഇപ്പോൾ ചരിത്രത്തിന്റെ രേഖകളിൽ ഉണ്ട്. ഉദുമയിൽ CPIM ഉൾപ്പെടുന്ന ഈ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അന്ന് മത്സരിച്ചതാരാണെന്നറിയാമോ? BJP-യുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന KG മാരാർ ആയിരുന്നു. ഉദുമയിലെ KG മാരാർ എന്ന സ്ഥാനാർത്ഥിക്ക്, ജനസംഘത്തിൻ്റെ നേതാവായിരുന്ന KG മാരാർക്ക് അന്ന് CPIM ഉൾപ്പെടെ ഉദുമ മണ്ഡലത്തിൽ പിന്തുണ നൽകിയിട്ടുണ്ട്. 1977 മാർച്ച് 3 CPIM-ന്റെ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള T. ശിവദാസ മേനോന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് BJP-യുടെ അന്നത്തെ ജനസംഘത്തിന്റെ പിൽക്കാലത്ത് BJP-യുടെ അനിഷേധ്യനായിട്ടുള്ള നേതാവായിട്ടുള്ള LK അദ്വാനിയാണ്. ഈ LK അദ്വാനി അന്ന് അവിടെ പ്രസംഗിച്ച പ്രസംഗം തർജ്ജമ ചെയ്തത് ആരാണെന്നറിയാമോ? കേരളത്തിലെ BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരിൽ ഒരാളും മുതിർന്ന നേതാവും കേരളത്തിൽ BJP ആദ്യമായി നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്ന നേമം മണ്ഡലത്തിൽ അന്ന് ജയിച്ചു വന്ന ശ്രീ O. രാജഗോപാലായിരുന്നു. ഇതെല്ലാം ചരിത്രമാണ്. CPIM എത്ര കണ്ട് ഇതിനെയൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും അതൊന്നും വിലപ്പോകില്ല എന്ന് പറയാനാണ് ഈ ചരിത്ര രേഖകൾ നമ്മൾക്ക് പറഞ്ഞു വെക്കേണ്ടത്. എന്തായാലും മുന്നണി സ്ഥാനാർത്ഥികൾക്ക്, അതായത് ജനതാ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വന്ന LK അദ്വാനി പ്രസംഗിച്ചിരുന്നു. ആ വേദിയിലും CPIM-ന്റെ നേതാക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി
പിണറായി വിജയൻ അന്ന് 1977 കൂത്തുപറമ്പിൽ നിന്നാണ് ജനവിധി തേടിയത്. 1970 തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിൽ നിന്ന് പിണറായി വിജയൻ 743 വോട്ടുകൾക്കാണ് വിജയിച്ചതെങ്കിൽ ജനസംഘം ഉൾപ്പെട്ട മുന്നണിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട 1977 കൂത്തുപറമ്പിൽ തന്നെ പിണറായി വിജയന്റെ ഭൂരിപക്ഷം 743 നിന്ന് 4401 അതും ഒരു ചരിത്രമായി അവശേഷിക്കുന്നു. അപ്പോൾ CPIM ഇന്നേ വരെ ജീവിതത്തിൽ ഒരിക്കൽ പോലും, അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കൽ പോലും RSSുമായോ BJPയുമായോ അല്ലെങ്കിൽ ജനസംഘമായോ സംഘപരിവാറിലെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുമായോ കൂട്ടുകൂടിയിട്ടില്ല, ധാരണയിലെത്തിയിട്ടില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്, രാഷ്ട്രീയപരമായി തെറ്റാണ്. അതേസമയം CPIMന്റെ നേതാക്കൾ അടക്കം പുതുമയിൽ പ്രചരണത്തിനിറങ്ങിയിട്ടും KG മാരാർ, BJPയുടെ ഈ മുന്നണിയുടെ ഭാഗമായി അന്ന് മത്സരിച്ച KG മാരാർ പുതുമയിൽ 3545 വോട്ടിന് തോറ്റു എന്നതുകൂടി ചരിത്രത്തിൻ്റെ രേഖയാണ്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിക്കെതിരായിരുന്നു ജനവിധിയെങ്കിൽ കേരളത്തിൽ ഇന്ത്യ മുഴുവനും അടിയന്തരാവസ്ഥയുടെ ഒരു ഭാഗമായി ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു തരംഗം ആഞ്ഞടിച്ചെങ്കിൽ കേരളത്തിൽ മറിച്ചായിരുന്നു സ്ഥിതി. ജനതാ മുന്നണി വലിയ അധികാരത്തിൽ ഭൂരിപക്ഷത്തിൽ എത്തിയപ്പോഴും കേരളത്തിൽ ജനസംഘവും CPIM ഉൾപ്പെട്ട മുന്നണി തകർന്നടഞ്ഞു. 140 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ 29 സീറ്റ് മാത്രമാണ് പ്രതിപക്ഷ മുന്നണിക്ക് കിട്ടിയത്. കോൺഗ്രസിന് അന്ന് 38 സീറ്റ്, CPIക്ക് 23 സീറ്റ്, കേരള കോൺഗ്രസിന് 20 സീറ്റ്, മുസ്ലിം ലീഗിന് 13 സീറ്റ്, RSPക്ക് 9 സീറ്റ്, PSPക്ക് 3 സീറ്റ്, NCPക്ക് 5 സീറ്റ്. അങ്ങനെയായിരുന്നു അന്നത്തെ ഭരണമുന്നണിയുടെ കക്ഷിനില. അന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, CPIയും CPIയും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇപ്പോഴത്തെ ഇടത് മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വിരുദ്ധ ചേരിയിലായിരുന്നു എന്ന് കൂടി നമ്മൾ സ്വാഭാവികമായും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ തേച്ചു മായ്ച്ച് കളയാൻ ശ്രമിച്ചാലും CPIMന്റെ ജനസംഘവുമായിട്ടുള്ള അല്ലെങ്കിൽ RSSുമായോ സംഘപരിവാറുമായിട്ടുള്ള ധാരണയെ പറ്റിയിട്ടുള്ള ഒരു ചരിത്രം, അത് ചരിത്രമായി തന്നെ അവശേഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും അത് എന്തുകൊണ്ടാണ് ഒളിമറയില്ലാതെ സമ്മതിക്കുവാൻ CPIM നേതാക്കൾക്ക് കഴിയാത്തത് എന്നതാണ് നമുക്കും വിചിത്രമായി തോന്നുന്നത്.